ഹലോ ഗൈസ്, നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മളിന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു ഹാർഡ് കോർ വേൾഡ് ആട്ട്. ഗൈസ്, നമുക്കെന്നാൽ മരം വെട്ടി തുടങ്ങിയിട്ട് സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഗൈസ്, അപ്പം നമ്മൾ സ്റ്റോൺ ടൂൾസിലോട്ട് ആവാൻ പോട്ടെ ഗൈസ്. അതുകൊണ്ട് നമ്മൾ സ്റ്റോൺ ഒത്തിരി എടുക്കണം ഗൈസ്. അത് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിടാവ കേട്ടോ ഗൈസ്. ഇപ്പം നിങ്ങൾ ഇത് എന്നാ കണ്ടേക്കും. ഇപ്പം തന്നെ വരാം ഗൈസ്. ഗൈസ്, അപ്പം നമ്മൾ അവിടെ ഒരു കേവ് കാണുന്നു ഗൈസ്. അകത്ത് കയറി അയൺ ഉണ്ടോ നോക്കാം നമുക്ക്. ദേണ്ടാ നിന്റെ ചേട്ടൻ നിൽക്കുന്നു. നോക്കടി അവനത്ര ബിൽഡപ്പ് ഒക്കെ മതി. തകർത്തുണ്ട്. ആറാടി ഉണ്ണി വില്ലേജർമാരുടെ കൂടെ കടക്കാനെത്തി. ബിൽഡപ്പ് കഴിഞ്ഞു. ഇവന്മാരുടെ സാധനങ്ങൾ നമുക്ക് അടിച്ചു മാറ്റാം. ആദ്യം ഇത് തന്നെ അടിച്ചു മാറ്റാം. ഇവരുടെ ഖജനാവ് ഞാൻ ഇന്ന് പൂട്ടിക്കും. ഏത് മാത്രമാണ് ഞങ്ങളെ വീണം പിന്നാൻ വന്ന. ഇതെല്ലാം എടുത്ത് നന്ദുവിന്റെ വായന്റെ ഉണ്ടാക്കി കയറ്റിയിടാം. വിട്ട വാക്കും വായി വെച്ച സാധനവും ഒന്നു തന്നെ അല്ലെന്ന് നീ ഓർക്കുക. എനിക്ക് വായില്ലടാ മണ്ട. നീ എവിടെ പോയാലും എന്റെ അടുത്തുണ്ടല്ലോ. യവനാണ് നമ്മുടെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി ഇവനെ കൊല്ലക്കൊല്ലോ. ഈ കിഴങ്ങന്മാരെന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇവിടുന്ന് ഈ വില്ലേജ് വിട്ടിട്ട് നന്ദുവിന്റെ അടുത്ത് പോയാലോ? ഒന്ന് ആലോചിക്കേണ്ട കേസാ. വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഞാൻ കാലിലുണ്ടും തല്ലി ഓടിക്കും കേട്ടോടാ. വീട്ടിൽ കയറത്തില്ലേ, ഞാൻ നിന്റെ സ്ഥലത്തോട്ടേ വരത്തുള്ളൂ. ഇവരുടെ കുടുംബശ്രീയാന്ന് തോന്നുന്നു. മാറിയിക്കാം നമുക്ക്. ഇവരുടെ കുടുംബശ്രീയിലെ ആണുങ്ങളാന്ന് തോന്നുന്നു പങ്കെടുത്തു. ഇവന്മാരെന്താണോ എന്നെ തുറച്ചു നോക്കുന്നത്? ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല, അതുകൊണ്ടൊന്ന് ആശ്ചര്യത്തിന് വേണ്ടി നോക്കിയതാ. വന്ന് വില്ലേജേഴ്സ് വരെ എന്നെ ഊക്കാൻ തുടങ്ങി. നന്ദുവിന്റെ തല പോലെ ഇവന്മാരുടെ കയ്യിലോ ഒന്നുമില്ല. ഇനി ഇതും കൂടെ അടിച്ചു മാറ്റിയേക്കാം. അടിച്ചു പണ്ടെന്ന് വെച്ചാൽ കൊള്ളാതെ അവിടെ തന്നെ നട്ടു വെച്ചേക്കണം. ഞങ്ങൾക്ക് തിന്നേലും ഇവിടെ ജീവിച്ചു പോണം കേട്ടോടാ തീറ്റ പ്രാന്ത. ഇവന്മാരെ കൂട്ടിയിട്ടങ്ങ് കത്തിച്ചാലോ? എന്നാ ബൈ ബൈ. അതിന് നീ 4 മിനിറ്റുള്ള വീഡിയോയിൽ എന്നെ ഇതുവരെ ഒലത്തിയത്.